കേരളം ഇന്ന് വലിയൊരു ഞെട്ടലിലാണ്. വയനാട്ടിൽ നടന്ന വലിയൊരു ദുരന്തം. എല്ലാവരുടെയും മനസ്സിൽ ആ വയനാട്ടിലെ ജനങ്ങളുടെ വേദനയാണ്, നീറുന്ന ആ വേദന. എല്ലാവരും ന്യൂസ് ചാനലിന് മുമ്പിലാണ് രാവിലെ മുതൽ. ഞാനും വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മകളെടുത്തിരിപ്പുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ എന്നോട് ചോദിച്ചു, അപ്പോൾ പെരിയാർ പൊട്ടിയാൽ എന്തു പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, മോളെ പെരിയാർ പൊട്ടില്ല. പെരിയാർ നദിയല്ല, അത് നിറഞ്ഞു കവിഞ്ഞൊഴുകും. അത് കവിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറും. അപ്പോൾ അവൾക്ക് സംശയം അറിയില്ല. അപ്പോൾ പൊട്ടുന്നത് അപ്പോഴെനിക്ക് മനസ്സിലായത് ആ പെരിയാർ മുല്ലപ്പെരിയാറാണെന്ന്. ഞാൻ പറഞ്ഞു, മോളെ മുല്ലപ്പെരിയാറാണോ എന്ന് ചോദിച്ചു. ആ അത് തന്നെ എന്ന് പറഞ്ഞു. പിന്നെ അവൾ എന്നോട് ചോദിച്ച അടുത്ത ചോദ്യം, അപ്പോൾ ഈ 7 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തോരം ഉണ്ടാകുമെന്ന് ചോദിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതെന്താണ്, എന്തോരം ഉണ്ടാവും അപ്പോൾ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞൊരു 2 നില ബിൽഡിങ്ങിനേക്കാൾ ഉയരത്തിൽ വരുമെന്ന് പറഞ്ഞു. അവളെ കാര്യമൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അവളിങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കണേ. അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ഈ കുട്ടികളുടെ മനസ്സിൽ വരെ ഈ മുല്ലപ്പെരിയാർ, ആ ഡാം, അതിൻ്റെ ഭീകരത, അത് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഈ കുഞ്ഞു മനസ്സിൽ വരെ അതൊരു പേടി സ്വപ്നമായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ന് ആ മകളുടെ ചോദ്യം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. കാരണം വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ആ സങ്കടങ്ങൾ മാറ്റാൻ, ആളുകളെ രക്ഷിക്കാൻ ഓടിയെത്താനായിട്ട് അതിൻ്റെ അടുത്തുള്ളവരും അയൽദേശത്തുള്ളവരും ഒത്തിരി ആളുകളുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോഴും ആ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കണേ. ഈ ഒരു മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓടിയെത്താൻ ആരുണ്ടാവും കേരളത്തിലെന്ന് എനിക്കറിയില്ല. മനസ്സിലേക്ക് വന്നത്, എൻ്റെ വീടിൻ്റെ അടുത്ത് കോടികൾ മുടക്കി 6 വരി പാതയുടെ നിർമ്മാണം നടക്കണേ. മെട്രോ വന്നു, കോടികൾ മുടക്കി. അങ്ങനെ കോടികൾ മുടക്കി വലിയ വലിയ പ്രൊജക്റ്റുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വിനോദത്തിന് വേണ്ടി കോടികൾ മുടക്കി പാർക്കുകൾ വരുന്നു, പുതിയ പുതിയ കുളങ്ങൾ, കുളിക്കാൻ വേണ്ടി കുളങ്ങൾ പണിയുന്നു. അങ്ങനെ കോടികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഗവൺമെൻറ് കാലപ്പഴക്കം ചെന്ന ആ ഡാമിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? ഒത്തിരി നാളുകളായിട്ട് ആളുകൾ പറയാൻ തുടങ്ങിയ കാര്യമാണ്. അതിന് സംരക്ഷണമായിട്ടൊരു പുതിയ ഡാം കെട്ടാൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇനിയത് പൊട്ടിത്തീർന്നിട്ട് വേണം കെട്ടാനായിട്ട്. ഇവിടെ എല്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴാണ് വാർത്തയാകുന്നത്. സംഭവിക്കുന്നവരെ കാത്തിരിക്കും. എനിക്കിവിടെ അപേക്ഷിക്കാനുള്ളത്, ഇനിയും സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു മഹാദുരന്തത്തിനായി കാത്തിരിക്കാതെ ഈ ഒരു മുല്ലപ്പെരിയാർ, അവിടെ ഒരു പുതിയ ഡാം വരാനായിട്ട്, അതിന് ഒരു സംരക്ഷണം വരാനായിട്ട്, അത് വലിയൊരു നാശത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഗവൺമെൻറ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ട നടപടികൾ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞാലൊന്നും ആരും അത് മുഖവിലക്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്നെൻ്റെ മോള് സൂചിപ്പിച്ചൊരു കാര്യം, ഒരുപക്ഷെ അവർ കൂട്ടുകാർ സംസാരിച്ചിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ പറഞ്ഞിരിക്കാം. എങ്ങനെയാണ് അറിഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. ഈ ഒരു മഹാദുരന്തം നടന്നപ്പോൾ അവൾ എന്നോട് ചോദിച്ചു പെരിയാറിനെ കുറിച്ച്. അവൾക്ക് അപ്പോഴും മുല്ലപ്പെരിയാറെന്ന് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, മോളെ അത് പെരിയാറല്ല, മുല്ലപ്പെരിയാറാണ്. പിന്നീട് അവർ ചോദിച്ചു 7 മീറ്റർ എത്രയാണെന്ന്. വലിയൊരു അപകട സൂചനയാണത്. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുക.
അധികാരികൾക്ക് കണ്ണ് തുറക്കാനായിട്ട്, കേരളം മുങ്ങിത്താഴാതിരിക്കാനായിട്ട് പുതിയൊരു ഡാമിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.